നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ ആണ്. ഇത് ബേസിക് സ്പോഞ്ച് കേക്കാണ്, വാനില സ്പോഞ്ച് കേക്കാണിത്. ഇത് പല രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. മിക്ക കേക്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും അതുപോലെ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എന്ന് വെച്ചാൽ മെഷർമെൻറ്റും അതുപോലെ ചെയ്യുന്ന സ്റ്റെപ്സും അത് നമ്മൾ പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ 1 കപ്പ് ആൾ പർപ്പസ് ഫ്ലോറിലേക്ക് 1/4 ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ സോൾട്ടും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ 2-3 വട്ടം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു സ്റ്റെപ്പ് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു 2-3 പ്രാവശ്യം നിങ്ങളിങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് എഗ്ഗാണ് ഞാൻ എടുത്തേക്കുന്നത്. ലാർജ് എഗ്ഗാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. അതിപ്പോൾ ഞാനിത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തരികളുള്ള പഞ്ചസാര ഉപയോഗിക്കാം. മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശായിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുമായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ വാനില എസൻസ് അതുപോലെ തന്നെ ഷുഗറും മുട്ടയുടെ കൂടെ തന്നെ, മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് എഗ്ഗ് ബീറ്റായി എടുക്കണം. മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യരുത്. ഒരു 30 സെക്കൻഡ്സ് മാക്സിമം നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കുറേശ്ശായിട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും ഇത് വളരെ പെതുക്കിയാണ് ചെയ്യുന്നത്, വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ജസ്റ്റ് ആ ഒരു സ്പീഡൊന്ന്, ഞാനിപ്പോൾ ഒരു നോർമൽ സ്പീഡിലാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതേ ഒരു രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് വേണം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ പാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ച് പാനാണ്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ടാപ്പ് ചെയ്യണം. ആ എയർ ബബിൾസൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വയ്ക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനായിരുന്നു. 170 ഡിഗ്രിയിൽ 45 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യാനെടുത്തത്. ഇത് പെർഫെക്റ്റായിട്ട് വന്നത് കണ്ടില്ലേ? ഇത് എല്ലാത്തരം കേക്കുകൾക്കും പറ്റുന്ന നല്ലൊരു കേക്കാണ്. ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവ് ആയോ എന്നുള്ളത്. കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ചെയ്ത്. ഇത് വളരെ എളുപ്പമാണ്. ഈ പല രീതിയിലും നമ്മൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. കേക്ക് ഒന്ന് ചൂടാറുമ്പോഴത്തേന് ഒരു ട്രേയിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നത് കണ്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. കേക്ക് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഒരുപാട് പേർക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് ശരിയായി വരുമോ എന്നുള്ള ഫസ്റ്റ് ട്രയലിലൊക്കെ പ്രശ്നമായിട്ട് പിന്നീട് കേക്ക് ഉണ്ടാക്കാനായിട്ട് മടി കാണിക്കുന്നവരാണ് പലരും. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പലവട്ടം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പലവട്ടം ചെയ്യുമ്പോഴത്തേനും അത് എക്സൈറ്റായിട്ട് കിട്ടും. ഈ മെത്തേഡുകൾ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.